76 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ് നിവിൻ പോളിയുടെ സർവ്വമായ എന്ന് പറഞ്ഞ പുതിയ ചിത്രം. ഒരു ക്രിസ്മസ് റിലീസായിട്ടാണ് ഈ ഒരു ചിത്രം പുറത്തു വന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തത് അഖിൽ സത്യനാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫീൽ ഗുഡ് കോമഡി ഹൊറർ പടമാണ് ഈ ഒരു സർവ്വമായ എന്ന് പറഞ്ഞൊരു സിനിമ. എല്ലാവർക്കും ആണെങ്കിൽ ആദ്യ സിനിമ കുഴപ്പമില്ല, നല്ലൊരു സിനിമ, ഒരു നല്ല അത്യാവശ്യം നല്ലൊരു സിനിമ, ഭയങ്കര വലിയൊരു സംഭവമായിട്ടുള്ളൊരു പടമല്ല എന്നുള്ള രീതിക്കത്തെ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. പിന്നീട് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഈ ഒരു സിനിമ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. കാരണം നിവിൻ പോളിയുടെ ഒരു നല്ല ചിത്രത്തിന് വേണ്ടി ആൾക്കാർ എത്രത്തോളം വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് ഈ സിനിമയുടെ ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. എൻ്റെ ഒരു ഊഹത്തിൽ ഏകദേശം ഒരു 8 ദിവസമോ 9 ദിവസമോ എന്തോ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ റിലീസായിട്ട്. ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ 76 കോടി ക്ലബ്ബിൽ നിന്ന് ഈ സിനിമ കയറിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് വിന്നർ നമ്മുടെ സർവ്വമായ തന്നെയാണെന്നുള്ളത്. നിവിൻ പോളിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഈ ഒരു സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള പുള്ളിയുടെ സിനിമകൾക്കൊക്കെ ആണെങ്കിലും നല്ലൊരു തെളിക്കട്ടെന്നാണ് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും പുള്ളിക്കാരനെ എങ്ങനെയൊക്കെ കാണണോ ആ രീതിക്കെല്ലാം ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയ ഒരു ചിരിയാണെങ്കിലും പണ്ടത്തെ ഒരു എക്സ്പ്രഷനൊക്കെ ആണെങ്കിലും നമ്മൾ പണ്ട് ആ ഒരു നിവിനെ കണ്ട രീതിക്ക് അതേ രീതിക്ക് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ വേറൊരു തെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പണ്ടത്തെ സിനിമകളിൽ ലാലേട്ടനൊക്കെയാണ് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ, ചിരിയും ഒരു കള്ളച്ചിരിയും ഒക്കെ ഇടുന്നത്. അതിനുശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിവിൻ പോളിയാണ് ആ ഒരു സംഭവം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഈ ഒരു ജനറേഷനിലെ അന്ന് നമ്മുടെ ലാലേട്ടൻ ചെയ്ത പോലത്തെ കോമഡി ടൈപ്പുള്ള കുറച്ച് കാര്യങ്ങളും എക്സ്പ്രഷനും ഒക്കെ ചെയ്യാൻ കെൽപ്പുള്ള ഒരു നടൻ നമ്മുടെ നിവിൻ പോളി തന്നെയാണ്. അത് വേറെ ആരെക്കൊണ്ടും അത് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ ഒരു സിനിമ നല്ല രീതിക്ക് തന്നെ തിയേറ്ററിൽ വിജയകരമായിട്ട് ഓടുന്നുണ്ട്. പിന്നെ ഈ സിനിമ കാണാത്ത ആരെങ്കിലും ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്കൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ടൈപ്പ് തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, ഒരു കോമഡി പ്ലസ് ഒരു ഇമോഷൻ. നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ കയറുമ്പോൾ നിങ്ങൾ ആ ഒരു വേൾഡിലേക്ക് ആയിപ്പോകും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് സർവ്വമായ എന്ന് പറയുന്നത്. ഒത്തിരി വെച്ച് കിട്ടും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഫ്രീ ആയിട്ട് പോവുക, മനസ്സ് നിറച്ച് സന്തോഷവും കാര്യങ്ങളുമായിട്ട് തിരിച്ചു വരാം. ഒരു ഫീൽ ഗുഡ് വൈബ് നമുക്ക് ഈ ഒരു പടത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഈ സിനിമയിലെ ആരാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.